അവളുമാർ അവനെയും കൊണ്ടേ പോകൂന്ന് തോന്നുന്നു. ഇത് പണിയാകും. എന്റെ ചെക്കനെ ഈ രണ്ടെണ്ണം കൂടി എന്ത് ഈ കാണിക്കുന്നേ? അവനെ വിട്. എന്നിട്ട് ഇന്നാ ഈ പൊട്ടനെന്തിനാ അവന്റെ കൈ കാണിക്കുന്നേ? അല്ല എന്താടാ? അല്ല, നിങ്ങക്ക് കൈ പിടിച്ചാ പോരെ? നിങ്ങൾ രണ്ടുപേരും എന്റെ കൈ പിടിച്ചോ. ഇവന്റെ മുഖത്ത് നിന്ന് നോക്ക്. ഇവൻ തൽപര കക്ഷിയല്ലെന്നേ, കണ്ടാലേ അറിയില്ലേ. പക്ഷേ ഞാനങ്ങനല്ല. പിടിച്ചോ. ഇച്ചു, നീലേ ഈ കൈ പിടിച്ചോ. പിന്നെ അല്ല, ഈ കൊച്ചേതാ? കണ്ടിട്ട് ജൂനിയറാന്ന് തോന്നുന്നല്ലോ. ആരേലും പോട്ടെ. കൊച്ചും ഇന്നാ ഈ കൈ പിടിച്ചോ. ഇത് തമിഴല്ലേ, മലയാളി അല്ലായിരുന്നു ഇവള്. ഗൗരവേ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. മിണ്ടാതിരിയടി. By the way, what's your name? വാമിക. വാമിക. കൊള്ളാം. അപ്പോ എന്തെങ്കിലും തമിഴിന് പറഞ്ഞൊന്ന് ഇംപ്രസ് ചെയ്യിക്കണമല്ലോ. കോപ്പ്, ഇവനിതെന്താടി കാണിക്കുന്നേ? ഇവനെ പിടിച്ച് മാറ്റ്. വാമിക, വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയാ? ദേ സീനിയർ ആന്ന് വിചാരിച്ചേ ഞങ്ങളുടെ കൊച്ചിനെ കയറി വേലക്കാരി എന്ന് വല്ലതും വിളിച്ചാലുണ്ടല്ലോ. അവനായിട്ട് വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ ഇരുന്ന്. വാടാ, നമുക്ക് പോകാം. പോവാതെ, ഞാനും കൂടെ. ചേട്ടനിത് എങ്ങോട്ടാ? അവിടെ നിന്നേ. എന്റെ ഈശ്വരോ, പെട്ടല്ലോ. എന്റെ പൊന്നു പെങ്ങന്മാരെ, ആകെ കേട്ടിട്ടുള്ള തമിഴാ ഞാൻ ഈ കൊച്ചിനോടൊന്ന് പറഞ്ഞത്. എന്നെ വിട്ടേക്ക്. ഞാനെന്താ കിഴക്ക് പിടിച്ചോ? കണ്ടിപ്പാ അത് നമ്മ സീനിയറുടെ ഫ്രണ്ട് ആയിരിക്കും. എന്തായാലും എന്റെ പൊന്നു വാമി, നീ ഒന്ന് സൂക്ഷിച്ചോ. ആ സീനിയർ ചേച്ചി ചിലപ്പോ നിനക്ക് പണി തരും. അപ്പടിയാ? അത് നമുക്ക് അപ്പൊ നോക്കാം. പുല്ലേ, എന്ത് വരുന്നടാ അവിടെ കിടന്ന്? അവന്റെ ഒരു ഒലിപ്പിക്കല്, അതും അവളോട്. നോക്ക്, നമ്മുടെ കൂടെയുള്ള ഒറ്റൊരുത്തനും അവളോട് മിണ്ടിപ്പോയേക്കരുത്. ഇച്ചു, നീ ഒന്ന് അടങ്ങടി. ഞാൻ എന്തായാലും ഇനി മൈൻഡ് ആക്കില്ല, അറിയാലോ എന്നെ. ഞങ്ങളെ നോക്കണ്ട. ഞാനും ഹർഷനും പിന്നെ ആ കൊച്ചിനോട് മിണ്ടാനേ പോയിട്ടില്ല. പിന്നെ നമ്മളെ പുസ്തകപ്പുഴു, അവനാ കൊച്ചിവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അവന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉള്ളത് അല്ല, എല്ലാരും എന്തിനാ എന്നെ നോക്കുന്നേ? എടാ, ഞാൻ ആ ഒരു ഫ്ലോയിലങ്ങ് മിണ്ടിയതല്ലേ. എനിക്കറിയൂ നിങ്ങൾക്ക് ആ കൊച്ചിനെ ഇഷ്ടമല്ലെന്ന്. അല്ല, നിങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞാ നിർത്തി. ഇനി ഞാൻ മിണ്ടാൻ പോവില്ല, പോരെ? അല്ല, മോനിങ് വന്നേ. എന്തെടുക്കട്ട? എപ്പോഴാടാ പുല്ലേ നീ തമിഴ് കേൾക്കാൻ തുടങ്ങിയത്? അവളോട് മിണ്ടുന്നത് ഞാൻ കണ്ടായിരുന്നു. എടാ, അത് നമ്മുടെ ജഗതി ചേട്ടന്റെ ഡയലോഗാടാ. അല്ലാതെ ഞാൻ എവിടുന്നാ പോയി തമിഴൊക്കെ കേൾക്കുന്നേ? അവന്റെ ഒരു ഡയലോഗ്. എടാ, എന്റെ ഒരു ഡൗട്ട്. അല്ല, ഇവർക്ക് രണ്ടിനും എന്താ ആ കൊച്ചിനോട് ഇത്ര ദേഷ്യം? എടാ, വേറൊന്നും അല്ല. ആ തമിഴത്തി പെണ്ണില്ലേ, അവള് വന്ന നാള് തൊട്ട് നമ്മുടെ ജയ്യുടെ പുറകെയാടാ. അവനിങ്ങനെ ചൊറിഞ്ഞോണ്ട് നടക്കലാണ് ആ കൊച്ചിന്റെ പണി. അത് കണ്ട നമ്മുടെ ഇച്ചൂന് ഇഷ്ടപ്പെടുവോ? പോരാത്തേന് അവള് തമിഴെത്തി. അപ്പൊ അതാണ് കാര്യം. അല്ല, അവളെന്തിനാ ഇവന്റെ പുറകെ നടക്കുന്നേ? ഇനി വല്ല പ്രേമമാണോ? അതെ, രണ്ടും കൂടി ഒന്നും മിണ്ടാതിരിക്കൂ. ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയാണ്ടല്ലോ, ഈ രണ്ടെണ്ണം കൂടെ നമ്മളെ കൊല്ലും. ഓയ് തമിഴ് പീസേ, അവിടെ നിക്കെല്ലാരും. അടുത്തത് ഒരു ടീം കഴിയുമ്പോ വേറൊന്ന് വരുമല്ലോ. അല്ലടി, ഇവിടെ വല്ല നേർച്ചയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉള്ള സീനിയേഴ്സിന്റെ മുഴുവൻ തേറിയിരുന്ന് വാങ്ങിക്കോളാവെന്ന്. തമിഴത്തെയും പിള്ളേരും ഇത് എങ്ങോട്ടാ? ക്യാൻറ്റീനിലോട്ടാണോ? എന്നാ ഞങ്ങളും വരുന്നു. എന്നണ്ണ നീങ്ക എന്നെ சொன்ன? നമ്മുടെ കൊച്ചു ആക്ടിങ് തുടങ്ങി. എടാ, ഇവളിത് എന്താടാ ഈ പറഞ്ഞത്?
അല്ല, അണ്ണാന്ന് മാത്രം മനസ്സിലായി. എന്തോ കാര്യമായിട്ട് പറഞ്ഞതാന്ന് തോന്നുന്നു. പൊട്ടന്മാര്. ഹലോ, ഹേയ് അണ്ണാ. ഡാർലി, എന്തേലും പറയടാ. അത് പിന്നെ ഡീഡി, കൂടുതൽ തമിഴും പറഞ്ഞോണ്ടേ ഞങ്ങളുടെ അടുത്ത് വരണ്ട. നിനക്ക് ഞങ്ങളെ അറിയില്ല ശരിക്ക്. ജയ് വരുന്നു. രക്ഷണം വന്നല്ലോ. ഡാർവിച്ചായ, എന്നതാ ഇവിടെ? പ്രശ്നം വല്ലതുമാണോ? ഇച്ചു, ഏയ് പ്രശ്നമൊന്നുമില്ലടി. ഞങ്ങൾ ഈ കൊച്ചിനോട് ചുമ്മാ മിണ്ടുവായിരുന്നു. ഇവളോടോ? ഇവളോടൊക്കെ നിങ്ങളായിട്ടല്ലേ മിണ്ടുന്നത്? ഡി, നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? അല്ല, ഏത് സമയം നോക്കിയാലും ഏതൊരു സീനിയേഴ്സിന്റെ അടുത്ത് കാണുമല്ലോ. ഇവളൊക്കെ സീനിയേഴ്സിനോടെ മിണ്ടു. ഇപ്പൊ നല്ല അവസരമാ. ഈ തമിഴത്തിയെ വെച്ച് നമുക്ക് ഇവനിട്ടൊരു പണി കൊടുക്കാം. അവളവിടെ നിക്കട്ടിച്ചു. ഞങ്ങള് മിണ്ടുവല്ലേ. സീനിയർ? അല്ല, ഇവള് ഞങ്ങളെയൊക്കെ അണ്ണാന്ന് വിളിച്ചിട്ട് ഇവനെ മാത്രം എന്താ സീനിയറേന്ന് വിളിക്കുന്നത്? ഓ, ഇവര് തമ്മില് വേറെന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ലടാ, വന്നപ്പോ തന്നെ തമിഴത്തിയെ കയ്യിലാക്കിയോ? അതിനൊക്കെ അവന് പ്രത്യേക കഴിവല്ലേടാ. എന്നാലും നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനാടാ ഇവക്ക് ഇവനെ മാത്രം നോക്കാൻ തോന്നുന്നത്? അയ്യോടാ, പാവം കൊച്ച്. നമ്മൾ പറയുന്നത് എന്താന്ന് പോലും അവക്ക് മനസ്സിലാവുന്നില്ലല്ലോടാ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാവടാ. അല്ല, ഇങ്ങാരെന്താ നോക്കി നിക്കുന്നത്? ഇങ്ങർക്കൊന്ന് ഇടപെട്ടുകൂടെ? ഇച്ചു, നമുക്കെന്നാ പോയാലോ? വെറുതെ എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ഇവരെന്തേലും കാണിക്കട്ടെ. എന്താ മോളെ, പേടിച്ചോ? പേടിക്കണ്ടോ. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ പോക്കോ. ഡി, ഇവിടെ വിളിച്ചോണ്ട് പോക്കോ. വാമി, വാ. അവളെ എന്തേലും ചെയ്താ അവനൊന്നുമില്ലടാ. എന്ന് വെച്ചാ അവരുടെ ഇടയില് ഒരു തേങ്ങയില്ല. നമ്മള് വിചാരിച്ചത് വെറുതെ ആയി. അവളെ വെച്ച് അവനിട്ട് ഒരു പണിയും കൊടുക്കാൻ പറ്റില്ലടാ. എന്തായാലും നമുക്ക് വേറെന്തേലും പ്ലാൻ ചെയ്യാം. മതി, വന്ന നാളെ തൊട്ട് നീ അങ്ങനെ ചൊറിയാൻ തുടങ്ങിയതാ. നിർത്തിക്കോ ഇനി അത്. എസ്തു ഇപ്പൊ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്റെ പൊന്നു വാമി, വെറുതെ പണി വാങ്ങി കൂട്ടാൻ നിക്കണ്ട. എന്റെ പൊന്നു വാമി, നീ എന്തിനാ അയാൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഇന്നേ വരെ അതെന്തിനാന്ന് നിന്നോട് ചോദിച്ചിട്ടില്ല. എന്നാ ഞാൻ ഇപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം എന്നോട് എന്റർടൈൻമെന്റ് ആകത്താ. ബെസ്റ്റ്. അവര് തിരച്ചു നിനക്ക് നല്ല പണി തരുമ്പം മോളുടെ എന്റർടൈൻമെന്റ് തനിയെ മാറിക്കോളും. പണി വരുമ്പോഴല്ലേ അത് നമുക്ക് അപ്പൊ നോക്കാം. ഇവള് നന്നാവില്ല. നിങ്ങളൊരു കാര്യം ചെയ്, ഇവിടെ ഇരിക്കേ. ഞാൻ പോയി എനിക്ക് വേണ്ട ബുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. എന്താ, ഈ ബുക്ക് വേണോ? സോറി, ഇത് ഞാനാ ഫസ്റ്റ് എടുത്തത്. ഇതെനിക്ക് വേണം. ഓക്കെ. അല്ല, വായിച്ചു കഴിയുമ്പോ തരാമോ? സരാ. എന്നടി, എന്നെ എന്നാച്ച്? ഏയ് ഒന്നുമില്ലടി. അല്ല, ഈ ബുക്ക് ഞാൻ കൊണ്ടു തന്നേക്കാം. ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് പറഞ്ഞാൽ മതി. എന്ത് പെട്ടെന്നല്ലേ ഡിസംബർ ആയത്.
അടുത്ത ആഴ്ച ക്രിസ്മസാ. അല്ലടി, വീട്ടിൽ ഈ പ്രാവശ്യം പരിപാടിയൊന്നുമില്ലേ? ഹ, അതെന്ത് ചോദ്യമാടാ. പിന്നെ പരിപാടി ഇല്ലാതിരിക്കുവോ? പിന്നെ നിന്നെ ഒന്നും ഞാൻ വിളിക്കണ്ടല്ലോ, അതാ പറയാഞ്ഞത്. അല്ലിച്ചു, നമ്മള് മാത്രമായിരിക്കില്ലല്ലോ അവിടെ ഉണ്ടാവുക. അവന്മാരുടെ ടീം കാണില്ലേ? ഉണ്ടാകും. ഹാ, കഴിഞ്ഞ ക്രിസ്മസ് അവന്മാര് കാരണം അലമ്പായത്. ഇപ്രാവശ്യവും സീനാകുവോ? ഏയ്, ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് നേരത്തേക്കിന് എല്ലാം മറന്ന് ഒന്ന് സെറ്റ് ആയേക്കാം. ഞാൻ അവരോട് പറഞ്ഞോളാം. ആ, എന്താണ് ഇവിടെ എല്ലാരും കൂടി ചർച്ച? ഇതാര്? എന്റെ മോനെ, നിന്നെ ഇപ്പോഴേലും ഒന്ന് കണ്ടു കിട്ടിയല്ലോടാ. തുടങ്ങി. എന്റെ പൊന്നളിയ, മതി, ബാക്കി പറയണ്ട. അല്ല, ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? ആ, അതിനെ പറ്റിയാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് ടീമും ഓക്കെ അല്ലേ? ജസ്റ്റ് അന്നത്തേക്കിന് മാത്രം ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. നീ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങൾക്ക് ഓക്കെയാ. പിന്നെ നിനക്ക് വേണ്ടി മാത്രം ഞങ്ങളൊന്ന് അടങ്ങിയിരുന്നോളാം. തല്ലുള്ളി, ഡാർവിച്ചായൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഓ, ഇവളിത് കേട്ടു. പിന്നെ അവന്മാരോട് പറഞ്ഞോണം, വീട്ടിൽ വരുമ്പോ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ഷോ ഇറക്കല്ലെന്ന്. അല്ലടി, അപ്പൊ ക്രിസ്മസിന് എങ്ങനാ? വീട്ടിൽ വരുമില്ലേ നിങ്ങള്? ഏയ്, ഞങ്ങളില്ലടി, ഞങ്ങള് നാട്ടിലോട്ട് പോവുക. ഒരു ലീവ് കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു. ഞാനില്ലടി, കുടുംബ വീട്ടിലെ പരിപാടിയൊക്കെ, എനിക്ക് അങ്ങോട്ട് പോണമെന്ന്. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ സീനിയ, അല്ലേ ഇവരൊക്കെ ആരാ? ആ, അല്ല, ഒന്നവിടെ നിന്നേ. ഞങ്ങളുടെ ക്യാമ്പസിൽ കയറി ഞങ്ങളുടെ ചെക്കനെ തള്ളിയിട്ട് നിനക്കൊക്കെ കൂളായിട്ട് അങ്ങ് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചോ? ജയ്, നീ ഓക്കെ ആണോ? എന്തേലും പറ്റിയോ? ഷേ, ഞങ്ങളൊന്ന് പോയി വന്നപ്പോഴേക്കും എന്താ ഇവിടെ ഉണ്ടായേ? അല്ലടി, ഇപ്പൊ ആരാ തല്ലുകൊള്ളിയായത്? ഞങ്ങള് വന്നില്ലേ കാണാവായിരുന്നു. ആ, ടാർവിനെ. അതെ, നന്ദി പറച്ചിലാണേൽ അവിടെ നിക്ക്. നിന്നോട് സ്നേഹം തോന്നിയിട്ട് ഇടപെട്ടതല്ല. പുറത്തു നിർത്തിനും ഇവിടുത്തെ പിള്ളേരെ തൊട്ടിട്ട് കൂളായി പോയ ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം ഇടപെട്ടതാ. പിന്നെ നിന്നെ ഞങ്ങൾ സ്കെച്ചിട്ടേക്കുന്നതാ. പുറത്തു നിർത്തം വന്ന് നിനക്ക് പണി തന്നാ അതിന്റെ കുറച്ചില് ഞങ്ങൾക്കാ. ചെക്കന്മാരെ, ഇവനെ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞെടുത്തോ. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. വാടാ, നമുക്ക് പോകാം. ഡാ, അവന്മാരെ മൈൻഡാക്കണ്ട. വെള്ളം കുടിക്കേ, ലൈം ജ്യൂസ്. ഓ, ഈ പെണ്ണായിരുന്നു ഇത്. ഷേ, കണ്ടില്ല. ഇച്ചു, നിക്കടി, പോലെ നിക്കവിടെ. ആ, നല്ല വേദന. നീ ആ വെള്ളം ഇഞ്ഞതാ. അയ്യോ, പോയി നിന്റെ തമിഴത്തിയോട് ചോദിക്കേ. ഇടിച്ചു, ലൈമെന്ന് കേട്ടപ്പോ ഞാൻ അങ്ങോട്ട് നോക്കി പോയതാ. എനിക്കറിയായിരുന്നു അവളാതെന്ന്. നീ ഒന്ന് ക്ഷമിക്കടി. പോടാ. ആ, എന്റെ കൈ. വേദനിച്ചോ? എടാ സോറി, ഇതൊക്കെ ഞാൻ കാരണമല്ലേ? ഷേ, എന്താടി നീ എന്താ ചെയ്ത അതിന്? മതി, എന്റെ അടുത്ത് കള്ളം പറയാൻ നിക്കണ്ട. എനിക്കറിയാം അവരെയൊക്കെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന്. മിണ്ടാതിരിക്കെ, ഇതാരോടും പറയാൻ നിക്കണ്ട, കേട്ടല്ലോ. എനിക്കൊന്നും പറ്റിയില്ലല്ലോടി. കറക്റ്റ് ടൈം നിന്റെ ഇച്ചായമാര് വന്നില്ലേ രക്ഷിക്കാൻ. കൂടുതൽ കളിയാക്കല്ലേ.
എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഇച്ചായമാര് പാവങ്ങളാ. പിന്നെ എടാ, കളിക്കുന്നുണ്ടെങ്കിലേ ആണുങ്ങളെ പോലെ ഒറ്റയ്ക്ക് വന്ന് കളിക്കടാ. അല്ലാതെ ആൾക്കാരെ വിട്ട് തല്ലിക്കാൻ നോക്കുന്നത് ആണുങ്ങൾക്ക് ചേരുന്ന പണിയല്ല. രാജാധിരാജനേ, എന്റെ മാർഗ്ഗദീപമേ, എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് തുന്നിക്കാലിട്ടടിക്കുകയാൽ എന്നും ആഘോഷമുണരുകയാൽ. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് തുന്നിക്കാലിട്ടടിക്കുകയാൽ എന്നും ആഘോഷമുണരുകയാൽ. ഹോ, ഇപ്പഴാ സമാധാനമായത്. സത്യം, അവന്മാരലമ്പാതിരുന്നല്ലോ. എന്റെ ഇച്ചായമാരല്ലേലും ഞാൻ പറയുന്നത് കേൾക്കുന്നവരാ. ഡീ, നീ പറഞ്ഞോ? അത് ഇല്ലടാ. ഹാ, ഇനി എപ്പോഴാ പറയുന്നേ? പോയി പറയടി. എടാ, അത് ഞാനെങ്ങനെ. ഒരതും ഇല്ല, നീ പോയി പറ. ഡാ, ആടി പറ. അതില്ലേ. കാര്യം പറ പെണ്ണേ. എടാ, അത് പിന്നെ നിന്റെ അമ്മ വിളിച്ചിരുന്നു. എടാ മതി, ന്യൂ ഇയർ അടുത്തു, ഇനിയെങ്കിലും വീട്ടിൽ കയറടാ. പാവം നിന്റെ അമ്മ, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടവര്. പിന്നെ ഈ ഇയർ എൻഡ് ചെയ്യുമല്ലേ, നിനക്ക് വേണ്ടി എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട്. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. നിന്നോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനാ, അന്ന് വീട്ടിൽ പോവല്ലേ? ആലോചിക്കാം. ഇവിടെ പൂജ തന്നെയാണോ നടക്കുന്നത്? സത്യം, എന്തോ ഗ്രാൻഡ് ഫംഗ്ഷൻ പോലുണ്ടല്ലോ. ഇത് പൂജ തന്നെയാണോ? എടാ, പിന്നെ ഇങ്ങനെയൊക്കെ വെക്കാതിരിക്കുവോ? അവൻ വീട്ടിൽ കയറുന്നത് തന്നെ 8-9 മാസം കഴിഞ്ഞ. അല്ല, അപ്പൊ പൂജ എന്നൊക്കെ പറഞ്ഞതോ? പൂജയൊക്കെ ആണ്, ബട്ട് ചിലപ്പോ അവൻ വരുന്നത് പ്രമാണിച്ച് ഒരു വലിയ ഫംഗ്ഷൻ തന്നെ സെറ്റാക്കിയതായിരിക്കും. മോനെ ജയ്. അമ്മ. ഹായ് അമ്മ. മക്കൾ എല്ലാരും ഉണ്ടോ? വാ, അകത്ത് കേറിയിരിക്കേ.
ഇവളെന്താ ഇവിടെ? ആ നീ ഇവിടെ നിൽക്കുകയാണോ? വാ ഇങ്ങോട്ട്. ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു മോൻ ജതിൻ. ജയ്, ഇതാണ് നിന്റെ അച്ഛന്റെ ഫ്രണ്ട്സ്. ലോ കോളേജ് വെച്ചുള്ള ഫ്രണ്ട്ഷിപ്പാ. ഇത് വെങ്കിട്ട്, ഇത് കാവേരി. ദേ ആ നിൽക്കുന്നതാണ് ഇവരുടെ മോൾ വാമി. പിന്നെ ഇവരുണ്ടല്ലോ. അമ്മ, ഒരു മിനിറ്റ്, എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോ വരാം. ഓയ് സീനിയർ, അവിടെ നിൽക്ക്. ദേ പെണ്ണെ, എനിക്ക് നിന്റെ തമിഴ് കേട്ട് നിൽക്കാനൊന്നും സമയമില്ല. ഒന്ന് പോയേ. ഓ, തമിഴ് പിടിക്കാതാ? ഓക്കെ ഫൈൻ, അപ്പൊ മലയാളത്തില് സംസാരിക്കാം. ഓഹ്, ഇവളുടെ ഒരു തമിഴ്. അല്ല, നീ മലയാളം അല്ലേ ആ കേട്ടത്? നീ ഒന്നുകൂടെ സംസാരിച്ചേ. എന്താ സീനിയർ, കിളി പോയോ? മലയാളം? നിനക്ക് മലയാളം അറിയായിരുന്നോ?